ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ കറിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണം. എന്നാലേ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പപ്പായ കറി ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഞാനിതാ പപ്പായ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായന്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വലിയതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിത് അവിടെ പപ്പായ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നാടൻ കറികളൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ കറിക്ക്. അപ്പൊ ഞാനിത് അവിടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മൺചട്ടിക്ക് പകരം കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതാ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പപ്പായ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പപ്പായത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ പപ്പായ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറെ കളറൊന്ന് മാറി കിട്ടുന്നു വേണ്ടേ, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. ബ്രൗൺ നിറന്നായിട്ട് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതിയേ. അപ്പൊ ഞാൻ എന്താ പപ്പായ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ, ചെറുതായിട്ട് കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയേ. നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പൊ ഞാൻ എന്താ പപ്പായ മുഴുവനായിട്ടൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 6-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ നിറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പൊ ഇതാ അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതും ഇതിനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കണ്ടേ. അരമുറി തേങ്ങന്റെ പകുതി തേങ്ങ കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ആ തേങ്ങ ഒരു ബ്രൗൺ നിറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. നിങ്ങൾക്ക് ഈ തേങ്ങാക്കൊത്തിന് പകരം തേങ്ങ ചെരുവിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. തേങ്ങ ചെരുവിയതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയേ. അപ്പൊ ഇതാ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയേ. അപ്പൊ ഞാനിതാ തേങ്ങാക്കൊത്തൊക്കെ തിന്ന് മുഴുവനായിട്ടൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി നൊഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കണേ. നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 അല്ലി ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ ഇത് 2 പച്ചമുളക് കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ ഉള്ളിന്റെയും പച്ചമുളകിന്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ആദ്യം ചേർക്കണത്. അപ്പൊ ഇതാ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇന്ന് വഴറ്റിയെടുക്കട്ടെ. നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടി ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ നന്നായി പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതാ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ പപ്പായ മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മസാലയും പപ്പായ എല്ലാം കൂടി ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങന്റെ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് പപ്പായ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടി നയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. പപ്പായ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. 2-3 മിനിറ്റ് നേരം തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറഞ്ഞ തീയിൽ കടന്നിട്ട് ഇങ്ങനെ കടന്ന് വേവണം. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കണ്ടേ. ഇപ്പൊ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ പപ്പായ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്താ കണ്ടില്ല, എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറേയാണ് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കുറേയാണ് വെന്ത് ഉടഞ്ഞ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതിയേ. അപ്പൊ ഇതാ കണ്ടില്ലേ, നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറെ ചാറോടൊക്കെയുള്ള കറിയല്ല കേട്ടോ, കുറച്ചിങ്ങനെ കുറുകിക്കൊണ്ടുള്ള കറിയാണ്. അങ്ങനെ കുറുകിയ ടൈപ്പിലുള്ള കറിയാണ് കേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളെ ബീഫ് കറിന്റെ അതേ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതേപോലത്തെ കറി തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. ഗരം മസാലിന്റെ ഫ്ലേവറൊക്കെ കറിക്ക് നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. പപ്പായ ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ ഇറച്ചി കറിയൊക്കെ മാറി നിൽക്കൂട്ടോ. അത്രക്കും ടേസ്റ്റ് ആണ്. നമ്മളെ ബീഫ് കറിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതിട്ട് നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഈ പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.